നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നമ്മൾ ഇനിയും 10-17 ദിവസങ്ങളേ ഉള്ളൂ പ്ലസ് ടു സേക്ക്. നമ്മുടെ തന്നെ ഓൺലൈൻ ബാച്ചസിൽ നാളെ മുതൽ ഇന്ന് രാത്രി മുതൽ തന്നെ നമുക്ക് ഗംഭീരമായിട്ടുള്ള, കാരണം ഏത് കുട്ടികൾക്കും ജയിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും വീഡിയോസും ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാ ഫെസിലിറ്റീസും കിട്ടും. ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, സാറേ ഞങ്ങൾക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ, ഞങ്ങൾക്ക് ഈ വട്ടം ജയിച്ചില്ലെങ്കിൽ അടുത്ത വർഷം. ശരിയാണ്, പാറ്റേൺ മാറുന്നു. നമ്മളും ഫീസ് സ്ട്രക്ചറൊക്കെ വളരെ പരിമിതമായ ഫീസേ ഉള്ളായിരുന്നു ആദ്യം തന്നെ. അത് മാറ്റി ഇപ്പോൾ ഒരു വിഷയത്തിന് 500 രൂപയും 2 വിഷയത്തിന് 1000 രൂപയും 2 കൂടുതൽ എത്ര വിഷയം എടുത്താലും 1500 രൂപയും മുതലാണ് ഇന്ന് രാത്രി മുതലുള്ള ഫീസ് സ്ട്രക്ചറും. അതും വളരെ 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 ആർക്കും ചേർന്ന് പഠിക്കാം. കാരണം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തിങ്കളാഴ്ച മുതൽ കൊടുക്കും. എല്ലാ സബ്ജക്റ്റുകളിലും ഓരോരോ ദിവസം കൃത്യമായിട്ട് അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടും, വീഡിയോസ് കിട്ടും, എല്ലാം കിട്ടും. അന്നേരം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പം ഫിസിക്സിലെ ഇപ്പം നമ്മൾ ഇങ്ങനെയല്ലേ പഠിക്കേണ്ടത്, നമ്മൾ മൊത്തവും പഠിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2 ചോദ്യങ്ങൾ, ഇതൊരു 99%, 100% എന്ന് പറയുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം, 99% ഇത് 2 ഫിസിക്സിന്റെ പ്ലസ് ടുവിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസുകൾ വളരെ 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 കൂടുതലാണ്. ഏതൊക്കെയാണ് 2 ചോദ്യങ്ങൾ? ഒന്ന്, AC എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, പ്ലസ് ടുവിന്റെ 7ാമത്തെ ചാപ്റ്ററാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അതിനകത്ത് ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, അതിനകത്ത് പ്രത്യേകിച്ചും ട്രാൻസ്ഫോമറിന്റെ ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ, വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ചോദിക്കാത്ത വർഷങ്ങളില്ല. ഈ വട്ടം ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അതാണല്ലോ പറയുന്നത്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളും ജയിപ്പിക്കുന്നത്. കാരണം അന്നേരം പ്രോബബിലിറ്റി കൂടും, കുട്ടികൾ ജയിക്കുന്നതിൻ്റെ അളവ് ഗംഭീരമാവും, എല്ലാ കുട്ടികളും ജയിക്കും. 2ാമത്തെ ക്വസ്റ്റ്യൻ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഡിസ്റ്റർബൻസിനകത്തെ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം ആണ്. അത് എസ് ആണ്. N = sin A + D/2 sin A/2 എന്നൊക്കെ പറഞ്ഞ ഡെറിവേഷൻ ആണ്. ഇതും ആ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതാണ്. സേക്ക് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് വളരെ വളരെ കൂടുതലുമാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ പാസ്സാകണമെന്ന് വിചാരിക്കുന്ന എല്ലാവരും പാസ്സാവും. നിങ്ങൾക്ക് ഇനിയും ഓൺലൈൻ ബാച്ചസിൽ ആദ്യമുള്ള ഫുള്ള് ക്ലാസ്സും നോട്ട്സും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സ് നമ്പറും ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് പറഞ്ഞാൽ മതി. കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, സമയം കളയാതിരിക്കുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എല്ലാവരും പാസ്സാകട്ടെ. നെവർ എവർ ഗിവ് അപ്പ്. OTT എടുത്ത്